എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മാസ്റ്റേഴ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമല്ല കേട്ടോ. ബൈബിളിൽ ഇപ്രകാരം ഒരു ചോദ്യം നമ്മൾ കാണുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ദൈവം ഏലിയാവിനോട് ചോദിക്കുവാണ്, ഏലിയാവേ, നിനക്കിവിടെ എന്താ കാര്യം? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ എലൈജ? കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ ഏലിയാവിനെ കുറിച്ച് 2 എപ്പിസോഡ് ചെയ്തായിരുന്നു. അതിനകത്ത് നമ്മൾ കണ്ടത് ഏലിയാവ് ജിസബേൽ എന്ന ആ രാജ്ഞിയുടെ വെല്ലുവിളി കേട്ടിട്ട് ഏലിയാവിൻ്റെ ഉള്ളിൽ ഭയം വന്നു. അത് ഒരു എന്താ പറയുക, അങ്ങനെ വരാൻ എന്തുകൊണ്ട് കാരണം, എന്തുകൊണ്ട് ഏലിയാവ് ഇത്ര ശക്തനായിട്ട് ദൈവത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യൻ അല്ലേ, ഇത്ര ശക്തനായിട്ട് ദൈവത്തിന് വേണ്ടി നിന്ന ഒരു പ്രവാചകൻ, ആരെയും ഭയമില്ല. രാജാവിൻ്റെയൊക്കെ കൊട്ടാരത്തിൽ അങ്ങ് കയറി ചെന്ന് രാജാവിനെയൊക്കെ ഇങ്ങനെ നീ ചെയ്ത തെറ്റുകളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എങ്ങനെ ഭയം വന്നു? ഈ ഇസബേല് ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു, വിച്ച് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ വാക്കുകൾ ഈ ദൈവ മനുഷ്യനെ ഭയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയി. നമ്മൾ കണ്ടു ഓൺ ദ വേയിൽ ദൈവത്തോട് പറയാണ്, ദൈവമേ മതി, അങ്ങ് എടുത്തോ, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ സുവിശേഷ വേലയൊക്കെ മടുത്തു, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, ടയേർഡായിപ്പോയി. പക്ഷെങ്കിൽ അങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്ത് അദ്ദേഹം ഓടിപ്പോകുന്ന എങ്ങോട്ടാണെന്ന് നമ്മൾ കണ്ടു. എങ്ങോട്ടാ? ഹോരേബ് എന്ന ദൈവത്തിൻ്റെ, യഹോവയുടെ ആ പർവ്വതത്തിലേക്ക് ദൈവത്തെ ഒന്നും മുഖാമുഖം കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചെന്നതാ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ദൈവം പറയാണ്, ഏലിയാവേ, നിനക്കിവിടെ എന്താ കാര്യം? നീ എന്തിനാ എങ്ങോട്ട് വന്നേ? അപ്പോൾ ദൈവം പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഈ 13-ാം വാക്യം തൊട്ട് നമ്മൾ മുൻപോട്ട് വായിക്കുമ്പോൾ ദൈവം പറയാ, ഏലിയാവേ, നിന്റെ ശുശ്രൂഷ തീർന്നു എന്ന് നിന്നോട് ആര് പറഞ്ഞു? ആ സ്ത്രീ പറഞ്ഞോ? അല്ല, നീ പറഞ്ഞാൽ നിന്റെ ശുശ്രൂഷ അങ്ങ് തീരുവോ? പിശാച് പറഞ്ഞാൽ നിന്റെ ശുശ്രൂഷ തീരുവോ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ, നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ നിന്റെ ശുശ്രൂഷ തീരത്തില്ല. 15-ാം വാക്യം തൊട്ട് മുൻപോട്ട് വായിക്കുമ്പോൾ ദൈവം പറയണം, യു ടേൺ എടുക്കുക, നീ വന്ന വഴിയെ തിരിച്ചു പോയിട്ട് നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവിടെ 3 കാര്യങ്ങൾ ദൈവം ഏലിയാവിനെ ഏൽപ്പിക്കുകയാണ്. ആദ്യത്തെ 2 കാര്യങ്ങൾ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന കാര്യമാണ്. 1 ഇസ്രായേലിൻ്റെ മേലിൽ ഒരു പുതിയ രാജാവ്, 2 അരാം രാജ്യത്തിൻ്റെ മേലിൽ ഒരു പുതിയ രാജാവ്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നേ വരെ ഏലിയാവ് ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ ശുശ്രൂഷ ദൈവം ഏൽപ്പിക്കുക. ഏലിയാവ് രാജാക്കന്മാരുടെ കൊട്ടാരത്തിലൊക്കെ കയറിപ്പോയിട്ടുണ്ട്, പക്ഷെ ഒരു രാജാവിനെ ഇന്നേവരെ അഭിഷേകം ചെയ്തിട്ടില്ല. ദൈവം പറയാണ്, മോനെ, നിന്റെ ശുശ്രൂഷ തീർന്നെന്ന് ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടല്ലാതെ തീരത്തില്ല. ഞാൻ നിന്നെ ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുക. അവൻ്റെ ശുശ്രൂഷയിൽ അവൻ അന്നേ വരെ ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ ഡയമെൻഷനിലേക്ക് ദൈവം വഴി നടത്തുകയാണ്, ദൈവം ഗൈഡ് ചെയ്യുകയാണ്. ഒരു പുതിയൊരു ശുശ്രൂഷയുടെ ഒരു പുതിയ മേഖല തന്നെ അങ്ങ് തുറന്നു ഏലിയാവിൻ്റെ മുന്നേ. അവിടെ സ്വന്തം രാജ്യത്തിൽ മാത്രമല്ല, അപ്പുറത്തെ അടുത്ത രാജ്യത്തിലും കൂടെ. അതുമാത്രമല്ല, ദൈവം 3-ാമതൊരു പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? നീ അബേൽ മെലോഹായി പോയി ഷഫാത്തിൻ്റെ മകനായിരിക്കുന്ന ഏലീഷായെ അഭിഷേകം ചെയ്യണം. എന്തിനാണെന്നറിയോ? നിനക്ക് പകരം ഒരു പ്രവാചകനായി. അതാണ് അവിടുത്തെ കീ. ദൈവം പറയാണ്, ഏലീഷായെ പോയി കണ്ടുപിടിക്കുക, ഏലീഷായെ മെൻറ്റർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരണം. നിനക്ക് പകരം ഒരു പ്രവാചകനായിട്ട് അവൻ വളർന്നു വന്ന് നിൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ഡബിൾ പോർഷൻ അവൻ്റെ മേൽ വീഴാൻ അവൻ റെഡിയാണെന്ന് കാണുമ്പോൾ അന്നേരം ഞാൻ പറയാം, നിൻ്റെ മിനിസ്ട്രി തീർന്നു എന്ന്. അതുവരെ നിൻ്റെ മിനിസ്ട്രി തീർന്നിട്ടില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിടും. പല സമയത്തായിട്ട് നമ്മൾക്ക് തോന്നും, അപ്പാ മതി, എന്നെ കൊണ്ട് ഇനിയും പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ഓർക്കും, അപ്പോൾ വേറെ ആരെങ്കിലും അങ്ങ് ഇതിനങ്ങ് വിളിക്കേ, ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ചെയ്തു ഇല്ലേ. പല സമയത്തും വിഷമങ്ങൾ പലതരത്തിൽ വരും. ചിലപ്പോൾ ഭയം വരും. ഇസബേലിനെ പോലെ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ദുഷ്ടശക്തികളുടെ ആ വെല്ലുവിളിയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ ഭയം തട്ടാം. പക്ഷെങ്കിൽ ദൈവം പറയാണ്, ഞാനാ നിന്നെ വിളിച്ചേ. നീ പറഞ്ഞാലും നിന്റെ ശുശ്രൂഷ തീരത്തില്ല, പിശാച് പറഞ്ഞാലും നിന്റെ ശുശ്രൂഷ തീരത്തില്ല, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ദൈവം നമ്മളെ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മെയിൻ ദൗത്യം എന്തെന്നറിയോ? അടുത്ത ഒരു തലമുറ ഏലീഷാമാരെ വാർത്തെടുക്കുക. ഏലിയാവായിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ഏലീഷ ഉണ്ട്. ദൈവത്തോട് ചോദിച്ചാൽ ആ ഏലീഷ ആരാന്നാണ് കണ്ടുപിടിക്കുക. പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. ആ ഏലീഷായെ മെൻറ്റർ ചെയ്ത് വളർത്തിക്കൊണ്ട് വരണം.
ആ ഒരു തലമുറയെ തന്നെ ഏലീഷാമാരായിട്ട് വളർത്തിക്കൊണ്ട് വരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ മുൻപിലുള്ള അടുത്ത തലമുറ, ഈ ജനറേഷനെ മൊത്തം കർത്താവിന് വേണ്ടി ഏലീഷാമാരായിട്ട് വളർത്തിക്കൊണ്ട് വരാം. നമ്മുടെ മേലിലുള്ള അഭിഷേകത്തിന് ഡബിൾ അനോയിൻറ്റിങ് അവരുടെ മേലിൽ വരട്ടെ. അങ്ങനെ നമ്മൾ മെൻറ്റർ ചെയ്ത് ചില അടുത്ത ഒരു തലമുറയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ദൈവം നമ്മളെ നോക്കി പറയും, വെൽ ഡൺ മൈ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. വിശ്വസ്തനായ ദാസിയെ, വിശ്വസ്തനായ ദാസനെ എന്ന ദൈവം നമ്മളെ വിളിക്കും. ദൈവം അതിനായിട്ട് നിങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.